ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ മെട്രിക്സ് എന്ന് സാധാരണ അഡ്വാൻസ് എന്ന് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ കൺസെപ്ച്വലി സിമ്പിളാണെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലങ്ങളായിരിക്കും. അപ്പോൾ ഈ മെട്രിക്സിന് എപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോടുകൂടി ചെയ്യുക. ബിക്കോസ് അത് കൺസെപ്ച്വലി നല്ല സിമ്പിൾ പ്രോബ്ലമാണ്, നോ ഡൗട്ട്, ബട്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പിൽ മിസ്റ്റേക്ക് വന്നാൽ അത്രയും നേരത്തെ എഫേർട്ട് എന്താവും, വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എം എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്താണ് എം എന്ന് പറഞ്ഞ മെട്രിക്സ്? എന്താ? സൈൻ ടു ദ പവർ 4 തീറ്റ മൈനസ് ഓഫ് 1 + sin സ്ക്വയർ തീറ്റ 1 + cos സ്ക്വയർ തീറ്റ കോസ് ടു ദ പവർ 4 തീറ്റ. ദെൻ എം എന്ന് പറഞ്ഞ മെട്രിക്സ് ആൽഫ ഐ പ്ലസ് ബീറ്റ എം ഇൻവേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആൽഫയും ബീറ്റ എന്താണ്? തീറ്റയിലുള്ളൊരു ഫംഗ്ഷനാണ്. ക്ലിയർ? then we need to find the value of alpha star plus beta star. ആൽഫ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ. ബീറ്റ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ. അത് ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രം. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. നമുക്ക് കാണേണ്ടത് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കാണാം. കാരണം ആൽഫ ബീറ്റ ഈ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മിനിമം വാല്യൂ കാണാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവും. നോക്കിയാൽ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത് അത് ഇവിടെ എടുത്ത് എഴുതി. എം ഇസ് ഈക്വൽ ടു ആൽഫ ഐ പ്ലസ് ബീറ്റ എം ഇൻവേഴ്സ്. എം ഈക്വൽസ് ആൽഫ ഐ പ്ലസ് ബീറ്റ എം ഇൻവേഴ്സ്. ബേസിക്കലി നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനുമാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എം ആയിട്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എം സ്ക്വയർ ആകും. ഇവിടെ എന്താ വരിക? ആൽഫ ഇൻറ്റു എം പ്ലസ് ബീറ്റ ഇൻറ്റു എം ഇൻവേഴ്സ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ ബീറ്റ ഇൻറ്റു ഐ, ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ആൽഫ എം എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ മെട്രിക്സിനെ ആൽഫ കൊണ്ട് ഗുണിക്കുക, അഥവാ ആൽഫ സൈൻ ടു ദ പവർ 4 തീറ്റ, ദെൻ ആൽഫ ടൈംസ് 1 + cos സ്ക്വയർ തീറ്റ, then minus alpha times 1 + sin square theta, then alpha times cos to the power 4 theta അല്ലേ? ആൽഫ എം ഐ ഇതാണ് ആ മെട്രിക്സ് വരിക. ഇതിൻ്റെ കൂടെ ബീറ്റ ഐ കൂട്ടാനുണ്ട്. ഐ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഈ കേസിൽ ഐഡന്റിറ്റി മെട്രിക്സ് എങ്ങനെ വരിക? 1 0 0 1 അല്ലേ വരിക? അതിനെ ബീറ്റ കൊണ്ട് ഗുണിച്ചാൽ ബീറ്റ 0 ദെൻ 0 ബീറ്റ വരും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ കൂടെ ബീറ്റ ഐ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബീറ്റ വരും, ഇവിടെ ഒരു ബീറ്റ വരും, വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതാണ് ആൽഫ എം പ്ലസ് ബീറ്റ ഐ വരിക. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ സംഗതി അഥവാ ആൽഫ എം പ്ലസ് ബീറ്റ ഐ എം സ്ക്വയറിനോട് ഈക്വൽ അല്ലേ? നോക്കിയാൽ ഇത് എം സ്ക്വയറിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ഈ എം സ്ക്വയറിനോട് ഇക്വേറ്റ് ചെയ്തു. എം സ്ക്വയർ ഞാൻ കണ്ടെത്തിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്തു? എം സ്ക്വയർ വെറുതെ എഴുതി വെച്ചു. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞ മെട്രിക്സിനെ 2 വട്ടം ഗുണിക്കുക. എന്ത് വരും? ഇവിടെ സൈൻ റൈസ് ടു 4 തീറ്റ 1 + cos സ്ക്വയർ തീറ്റ മൈനസ് ടൈം 1 + sin സ്ക്വയർ തീറ്റ, ദെൻ കോസ് ടു ദ പവർ 4 തീറ്റ എം. ഇതല്ലേ എം? ഇതിനെ ഞാൻ എം ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സും കൂടി വന്നു, എം സൈൻ ടു ദ പവർ 4 തീറ്റ 1 + cos സ്ക്വയർ തീറ്റ മൈനസ് ഓഫ് 1 + sin സ്ക്വയർ തീറ്റ, ദെൻ കോസ് ടു ദ പവർ 4 തീറ്റ അല്ലേ? അതെ. ദെൻ ഇനി നോക്കിയാ, ഇനി നമുക്ക് ആൽഫൻ്റെയും ബീറ്റിൻ്റെയും വാല്യൂ എങ്ങനെ കാണാൻ നോക്കാം. ഇതൊരു കാരണവശാലും നിങ്ങൾ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമുക്ക് ആൽഫ ബീറ്റ ഇതെന്താന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നറിയോ? ഇവിടെ ഈ LHSൽ നമുക്കൊരു 2/2 മെട്രിക്സ് ഉണ്ട്. അതിലെ ഈ എലമെൻറ്റ് അഥവാ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റിനെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 2/2 മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ എലമെൻറ്റിനെ ഇവിടെ ഉണ്ടാകുന്ന ഒരു 2/2 മെട്രിക്സ് ഉണ്ട്, അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റിനേറ്റ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൽഫൻ്റെ വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഈ മെട്രിക്സിൽ ഈ എലമെൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റോ ഫസ്റ്റ് കോളാണ്. ആൽഫ ടൈംസ് 1 + cos സ്ക്വയർ തീറ്റ.
അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2/2 മെട്രിക്സ് വരും. അതിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റോ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെൻ്റാണ്. ആ എലമെൻ്റ് എങ്ങനെ ഒറ്റയടിക്കുകയാണ്? ഫസ്റ്റ് മെട്രിക്സ് നിന്ന് സെക്കൻഡ് റോ എടുക്കുക, സെക്കൻഡ് മെട്രിക്സ് നിന്ന് എന്ത് ചെയ്യുക? ഫസ്റ്റ് കോൾ എടുക്കുക. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താ മൾട്ടിപ്ലൈ ചെയ്ത് തരിക? sin to the power 4 തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് ടു ദ പവർ 4 തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ ടു ദ പവർ 4 കോസ് ടു ദ പവർ 4 ഇൻറ്റു 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് പരസ്പരം ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽഫൻ്റെ വാല്യൂ ഈസിയായി കിട്ടൂലേ? നോക്കിയാൽ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വെട്ടിപ്പോയി. ആൽഫൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? സൈൻ ടു ദ പവർ 4 തീറ്റ പ്ലസ് കോസ് ടു ദ പവർ 4 തീറ്റ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടി. ഡെഫിനറ്റ്ലി ആൽഫ തീറ്റയിലുള്ളൊരു ഫംഗ്ഷനാണ്. ഇനി ഇതിന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ ആണ് കാണേണ്ടത്. ഇനി നമുക്ക് ആൽഫക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. എങ്ങനെ? ഈ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഇക്ക് എങ്ങനെ എഴുതാം നോക്കിയാൽ സൈൻ ടു ദ പവർ 4 പ്ലസ് കോസ് ടു ദ പവർ 4നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ -2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി കൂടെ? കാരണം ഇത് സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈൻ ടു ദ പവർ 4 കോസ് ടു ദ പവർ 4 പ്ലസ് 2 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ എന്ന് വരും. അതിൽ നിന്ന് 2 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ആണ് കുറച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരിക അല്ലേ? അപ്പോൾ ആൽഫ എന്ത് കിട്ടി? ഡെഫിനറ്റ്ലി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇനി ഫർദർ ഇതിനൊക്കെ ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇതിനെ 1 മൈനസ് ഇവിടെ ഒരു 2 കൊണ്ട് ഗുണിച്ചു 2 കൊണ്ട് ഹരിക്കും ചെയ്തു. അപ്പോൾ ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നല്ല വരിക? 2 സൈൻ തീറ്റ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ 2 തീറ്റൻ്റെ ഫോർമുല നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതിനെ സൈൻ 2 തീറ്റൻ്റെ സ്ക്വയർ എന്ത് വരും? 2 സ്ക്വയർ 4 സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ. ക്ലിയർ? പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു /2 ഉണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ മാക്സിമം എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു. ഇതാണ് ആൽഫ. ഇവിടുന്ന് വളരെ ക്ലിയർ ആണ് ആൽഫക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ എന്താകും? ആൽഫ വിൽ ബി മിനിമം വെൻ സൈൻ 2 തീറ്റ ഈസ് മാക്സിമം. കാരണം ഒന്നിന്ന് ഈ ക്വാണ്ടിറ്റി കുറക്കുകയാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി മാക്സിമം ആകുമ്പോൾ ഓവറാൾ ക്വാണ്ടിറ്റി വിൽ ബി മിനിമം. അപ്പോൾ സൈൻ 2 തീറ്റ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ആൽഫ വിൽ ബി മിനിമം. സൈൻ 2 തീറ്റിൻ്റെ മാക്സിമം വാല്യൂ 1 അല്ലേ വരിക? അപ്പോൾ ആൽഫ മിനിമം അഥവാ ആൽഫ സ്റ്റാർ എന്താ വരിക? 1 മൈനസ് ഹാഫ്. ആൽഫ സ്റ്റാർ ഈസ് ഗോയിങ് ടു ബി ഹാഫ്. ആൽഫ സ്റ്റാർ കിട്ടി. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ആൽഫ സ്റ്റാർ അഥവാ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂവും കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് കാണണം? ബീറ്റ സ്റ്റാർ അഥവാ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാണണം. എന്നിട്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ കാണണം. എങ്ങനെ കാണുക? ഇതേ മെത്തേഡ് തന്നെ. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? ഇതൊന്ന് മായ്ക്കാം. ലിസൺ, ബീറ്റൻ്റെ വാല്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. അഥവാ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെ കാണുക? ബീറ്റ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ എലമെൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ എലമെൻറ്റിനെ ഇക്വേറ്റ് ചെയ്യുക. കാരണം അവിടെ മാത്രമേ ബീറ്റിനെ കാണുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഈ എലമെൻറ്റിനെ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആൽഫ കോസ് ടു ദ പവർ 4 തീറ്റ പ്ലസ് ബീറ്റ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് എങ്ങനെ ഇവിടുന്ന് കിട്ടുക? സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് മെട്രിക്സ് നിന്ന് റോ, സെക്കൻഡ് മെട്രിക്സ് നിന്ന് കോളം. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് ഓഫ് 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു മൈനസ് കൊടുത്തു. 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ദെൻ കോസ് ടു ദ പവർ 4 തീറ്റ ഇൻറ്റു കോസ് ടു ദ പവർ 4 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ടു ദ പവർ 8 തീറ്റ അല്ലേ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ വരിക? ഇവിടെ കോസ് ടു ദ പവർ 8 തീറ്റ ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് എഴുതി. ദെൻ മൈനസ് ഓഫ് മൾട്ടിപ്ലൈ ചെയ്ത 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ദെൻ definitely sin square theta plus cos square theta is going to be 1. Then cos to the power 8 theta minus 1 plus 1 2 minus 2 minus sin square theta cos square theta അല്ലേ? ഇനി എൽ എച്ച് എസിൽ എന്താ ഉള്ളത്? ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ ടു ദ പവർ 4 തീറ്റ പ്ലസ് കോസ് ടു ദ പവർ 4 തീറ്റയാണ്.
അതിനെ കോസ് ടു ദ പവർ 4 തീറ്റനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ ടു ദ പവർ 4 തീറ്റ കോസ് ടു ദ പവർ 4 തീറ്റ പ്ലസ് കോസ് ടു ദ പവർ 8 തീറ്റ അല്ലേ വരിക. ഈ പ്ലസ് ഇവിടെ നമ്മളെ കലാകാരനുണ്ട്, ആരുണ്ട്? ബീറ്റ് ഉണ്ട് അല്ലേ? ബീറ്റാണ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോസ് ടു ദ പവർ 8 തീറ്റയും കോസ് ടു ദ പവർ 8 തീറ്റയും കട്ട് ചെയ്ത് പോയി. ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടി. ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ വരിക? ഇയാൾ അങ്ങോട്ട് കൊണ്ടായ മൈനസ് സൈൻ ടു ദ പവർ 4 തീറ്റ കോസ് ടു ദ പവർ 4 തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ -2. അപ്പോൾ ഈ ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യും? ഈ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ കാണണം. നമ്മൾ ആൽഫ സ്റ്റാർ അഥവാ ആൽഫക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ ആൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താണ്? ആൽഫ സ്റ്റാർ എന്ന് പറഞ്ഞ ഹാഫ് ആണ്. ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആൽഫ സ്റ്റാർ പ്ലസ് ബീറ്റ സ്റ്റാറിൻ്റെ വാല്യൂ ആണല്ലോ കാണണ്ടേ. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ കാണണം. ഇതെങ്ങനെ ചെയ്യും? ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ലിസൺ, ഇതിൻ്റെ മിനിമം വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റക്ക് ടി എന്ന് കൊടുത്തു. ഇങ്ങനെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റക്ക് ടി കൊടുത്താൽ ഇവിടെ എന്ത് വരും? ഇത് ടി സ്ക്വയർ അല്ലേ വരിക? മൈനസ് ടി സ്ക്വയർ ദെൻ മൈനസ് ടി -2 ഇതല്ലേ വരിക? ദെൻ നോക്കിയാ, അപ്പോൾ ഈ ഫംഗ്ഷന് ഇതാണ് ഇപ്പോൾ ബീറ്റ. ഈ ഫംഗ്ഷന് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ കണ്ടാൽ മതി. ഇതിനൊക്കെ എങ്ങനെ എഴുതാം? മൈനസ് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സ്ക്വയർ പ്ലസ് ടി പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? ഇതിനെ ഞാനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതുകയാണ്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എഴുതുക എന്നുള്ളത് ബേസിക് ആയിട്ട് കുട്ടികൾക്ക് അറിയാവുന്ന സംഗതിയാണ്. അത് നിങ്ങൾ +2 ഇൻ്റഗ്രൽസിലൊക്കെ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാകും. ബോർഡ് എക്സാമിനടക്കം അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. മൈനസ് പുറത്തെടുത്തു, ടി സ്ക്വയർ പ്ലസ് ടീൻ്റെ കൊയിഫിഷ്യൻ്റെ പകുതിൻ്റെ സ്ക്വയർ, ടീൻ്റെ കൊയിഫിഷ്യൻ്റ് 1 അതിൻ്റെ പകുതി ഹാഫ് അതിൻ്റെ സ്ക്വയർ 1/4 കൂട്ടി കുറച്ചു. ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇത്രയും ഭാഗം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. എന്താണ്? ടി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ മൈനസ് ഓഫ് ടി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ ദെൻ -1/4 പ്ലസ് 2 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? പ്ലസ് 7/4 ഇതല്ലേ വരിക? മൈനസ് ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ -7/4 അല്ലേ? ശരിയല്ലേ? -7/4 മൈനസ് ടി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടിയത്. ക്ലിയർ? അപ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റിന്ന് ഇത് കുറക്കുകയാണ് അല്ലേ? ടി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ കുറക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ സാധനം അഥവാ ടി പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ മാക്സിമം ആവുമ്പോഴാണ് ഈ ബീറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മിനിമം ആവുക. ടി പ്ലസ് ഹാഫ് മാക്സിമം വരണം. ടി പ്ലസ് ഹാഫ് മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ ടി ഷുഡ് ബി മാക്സിമം അല്ലേ? ടി മാക്സിമം ആവുക ഇതാണ് ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ടി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ് ടി. അപ്പോൾ ടി മാക്സിമം, ടിക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ എങ്ങനെ കാണുക? ഇതിനൊക്കെ ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ ഒരു 4 കൊടുത്തു /4 അഥവാ ടി എന്ന് പറഞ്ഞാൽ സൈൻ, ഇത് 4 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ സൈൻ സ്ക്വയർ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ 2 തീറ്റ /4. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാം സൈൻ സ്ക്വയർ 2 തീറ്റൻ്റെ മാക്സിമം വാല്യൂ അഥവാ സൈൻ സ്ക്വയർ തീറ്റൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ടീൻ്റെ മാക്സിമം വാല്യൂ എന്താ വരിക? ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ് മാക്സിമം വരിക, 1/4 ആണ് ടീൻ്റെ മാക്സിമം വാല്യൂ വരിക അല്ലേ? അപ്പോൾ ഈ ബീറ്റയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ എന്താ വരിക? ബീറ്റ സ്റ്റാർ എന്ത് വരും? -7/4 മൈനസ് ഓഫ് 1/4 പ്ലസ് 1/2. 1/4 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 3/4. 3/4ൻ്റെ സ്ക്വയർ എത്ര വരിക? 3/4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/16 അല്ലേ വരിക അല്ലേ? ശരിയല്ലേ? -7/4 മൈനസ് ഇവിടെ 3/4 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9/16. ദെൻ ഇവിടെ എത്രയായി? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ -28. ഇതിനെ 4 കുടിച്ചു, 7 14 21 28 -28 -9 /16 -37 /16. ഇതാണ് എന്ത് വരിക? ബീറ്റ സ്റ്റാർ അഥവാ ബീറ്റക്ക് പോസിബിൾ ആയിട്ടുള്ള മിനിമം വാല്യൂ വരിക അല്ലേ? അപ്പോൾ ബീറ്റ സ്റ്റാർ കിട്ടി, ദെൻ ആൽഫ സ്റ്റാർ കിട്ടി, ദെൻ ആൽഫ സ്റ്റാർ പ്ലസ് ബീറ്റ സ്റ്റാർ എന്താ വരിക? ആൽഫ സ്റ്റാർ ഹാഫ്, ദെൻ ബീറ്റ സ്റ്റാർ എന്ന് പറഞ്ഞാൽ -37 /16. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 8, ഇവിടെ 8 ഗുണിച്ചാൽ ഡിനോമിനേറ്റർ സെയിം ആവും,
8 മൈനസ് 37 ഡിവൈഡഡ് ബൈ 16 ദെൻ കംസ് എത്ര വരിക മൈനസ് 29 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ ഉത്തരം എന്താ വരിക ആൽഫ സ്റ്റാർ പ്ലസ് ബീറ്റ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൈനസ് 29 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ എത്ര വരിക മൈനസ് 29 ഡിവൈഡഡ് ബൈ 16. ഈ ക്വസ്റ്റ്യൻ ലെങ്തി ആണെന്നുള്ളൂ, ബട്ട് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബേസിക് അരിത്തമാറ്റിക്കും പിന്നെ ഒരു അല്ലറ ചില്ലറ ടെക്നോമെട്രി അറിയാമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വളരെ ഈസിയായി ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ലെങ്തി ആണ്, നല്ല ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇൻ എ ടഫ്നെസ് സ്കെയിൽ വാരിയിങ് ഫ്രം 1 to 10 ഐ വിൽ റൈറ്റ് ദ പ്രോബ്ലം 7.5. ഇത് റേറ്റ് ചെയ്യാൻ കാരണം 7.5 റേറ്റ് കൊടുക്കാൻ കാരണം ഇതിൻ്റെ കൺസെപ്ച്വലി ഇത് റഫായുണ്ടല്ല, പക്ഷേ ഈ പ്രോബ്ലം എന്താണ് കുറച്ച് ലെങ്തിയാണ്. കുട്ടികൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവരത്തിലേറെ കൂടുതൽ എന്ത് വേണം, ക്ഷമ ഉണ്ടാവണം, എന്നാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ?